മങ്കിനെ കണ്ടു പറയും. മങ്കിനെ കണ്ടു. നമ്മൾ എവിടെ പോണത് ഇലു? ഊട്ടിക്ക്. ഊട്ടിക്ക്. അപ്പൊ എല്ലാരോടും വെൽക്കം ടു ഊട്ടി പറയേ. ഹായ്, വെൽക്കം ബാക്ക്. ഞങ്ങളപ്പോ കുറെ ദിവസത്തിന് ശേഷം ഒരു ഊട്ടി ട്രിപ്പായിട്ട് വന്നതാണ്. നമ്മൾ കുറെ ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ ഊട്ടി പോകാൻ വേണ്ടിയിട്ട്, പിന്നെ അങ്ങനെ നടന്നിട്ടില്ല. ഇന്നിപ്പോ എന്തായാലും ഞങ്ങൾ ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ വേഗം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി. ഹോട്ടലിൽ നമ്മൾ വരുന്ന വഴിക്കാണ് കേട്ടോ റിസോർട്ട് ബുക്ക് ചെയ്തത്. ഒന്ന് ചിരിക്കുവോ? നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ നല്ല രാവിലെ ആകുമ്പോൾ നമ്മൾ ഊട്ടിയിലെത്തുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ മഴയും പിന്നെ ഹിലുവിനെയൊക്കെ റെഡിയാക്കി വരുന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി. പിന്നെ നമ്മൾ ഒരു ഇടവണ്ണയ്ക്ക് എത്തിയപ്പോൾ ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഹിലു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവൾ വീണ്ടും ഇറങ്ങി. അപ്പോൾ അവളെന്തായാലും ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണില്ല, കാരണം ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവൾ കരയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മഴയൊക്കെ നിന്നു, കാലാവസ്ഥയൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഇവിടെ ഷഫാൻക്ക് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളെ ക്ലിനിക്ക് ആരും ഓപ്പൺ ആക്കും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ്. പിന്നെ ഷഫാൻക്ക് ട്രിപ്പ് മോഡിൽ എത്തണം എന്നുണ്ടെങ്കിൽ ആ ചുരമൊക്കെ ഒന്ന് കയറി നമ്മളെ യൂക്കാലിപ്സ് മരെങ്കിലൊക്കെ എത്തണം. അപ്പോൾ ഇതാ കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നാടുകാണി എത്തി. അപ്പോൾ ഇവിടെ ടോൾ ബൂത്തിനകത്ത് നമ്മൾ ഇ പാസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇ പാസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കൺഫർമേഷൻ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ചേച്ചി നമ്മളടുത്ത് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഷഫാൻ ഖാൻ്റെ ഫോണിൽ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. പിന്നെ എൻ്റെ ഫോണിൽ റെഡിയായി. ഹിലുവിന് എന്ത് മാമോ വേണ്ടത്? എന്ത് മാമോ വേണ്ടേ? രാവിലെയോ? ദോശ വേണോ ഇഡ്ഡലി വേണോ? സാധാരണ നമ്മൾ ഊട്ടിയിൽ വരുമ്പോൾ നമ്മൾ ആ വഴിക്കടവിലുള്ള ഗാലക്സി എന്നാണ് കേട്ടോ കഴിക്കാറ് ഫുഡൊക്കെ. ഇത്തവണ നമ്മൾ അവിടെ കഴിച്ചില്ല, കാരണം നേരത്തെ ചുരമൊക്കെ കയറിയിട്ട് വേഗം ഗൂഡല്ലൂർ എത്താമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ നമ്മൾ ഗൂഡല്ലൂർ എത്തിയപ്പോൾ അവിടുത്തെ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ കയറി രാവിലെ തന്നെ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലിയും ഹിലുവിനും ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. പിന്നെ ഷഫാൻക്ക് പൂരി ഭാജിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ നമ്മൾ ഈ ഒരു യൂക്കാലിപ്സ് മരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടോ. ഇവിടെ നല്ലൊരു വൈബാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല തണുപ്പൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ പോകുന്ന വഴിക്ക് ഈ ഒരു നീഡിൽ റോക്ക് വ്യൂ എല്ലാ പ്രാവശ്യവും കാണലുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കയറിയിട്ടില്ല. ഇന്നിപ്പോൾ നമുക്ക് എന്തായാലും 2 മണിക്കാണ് ചെക്കിൻ. അപ്പോൾ ജസ്റ്റ് ഇവിടെ കൂടെ കയറാം. പിന്നെ സൈഡിൽ ഇവിടെ ഒരു പാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ചേരം ഹിലുവിനെ പാർക്കിലും കൂടെ കയറ്റിയിട്ട് പോവാന്ന് വിചാരിച്ചു. സാധാരണ നമ്മളെപ്പോഴും ഊട്ടിയിലും അതുപോലെ തന്നെ അവിടെയുള്ള 2-3 സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും പോവുക. ഇത്തവണ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറണം. അതിനു മുമ്പ് ഈ ഒരു പാർക്കിൽ കുറച്ചേരം ഹിലുവിനെ കളിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് വേണം ഇവിടുന്ന് പോകാൻ. കുറച്ച് നടക്കാനുണ്ട്. ഇന്നിപ്പോൾ ഇത് മാത്രമേ നടക്കുന്നുണ്ടാവുള്ളൂ, കാരണം 2 മണി ആകുമ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ പാർക്കിൽ ജസ്റ്റ് ഒന്ന് കയറി. ചെറിയ പാർക്കാണ്, 2-3 ഊഞ്ഞാല അങ്ങനത്തെ ഒക്കെ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് ആടിയിട്ട് നീഡിൽ റോക്ക് വ്യൂവിൽ പോകുന്നുണ്ടോ? പോകുന്നില്ലേ? ഹിലു മമ്മിയും കൂടി ഒരു ഫോട്ടോ എടുത്താലും ഇത് പുതിയ പാർക്കാ? നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ ഇങ്ങനെ ഒരു പാർക്ക്. ഉണ്ടോ? പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു കോഫി ഷോപ്പും അതുപോലെ തന്നെ വ്യൂ പോയിന്റിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറും ഉണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ ടിക്കറ്റിന് ചാർജ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പാർക്ക് നീലൂനെ എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇവിടുന്ന് കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. ഒരു 400 മീറ്ററൊക്കെ ഉണ്ട്. പക്ഷേ
കുറച്ച് കയറ്റാണ്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് വ്യൂ കാണാം. കണ്ടു വന്ന ഒരാൾ പറഞ്ഞത് നല്ല അടിപൊളി വ്യൂ ആണെന്നാണ്. നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് കാണാം. ഞാൻ എടുക്കണോ ഹിലുവിനെ? ഹിലുമാ ഹിലു തെറ്റി. പാർക്കിന്ന് എടുത്തതിന്റെ ദേഷ്യത്തിലാണ്. സാരമില്ല, നമുക്ക് ഇവിടുന്ന് നടന്ന് കാണാം. ഇവിടുന്ന് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. നല്ല രസമുണ്ട് അല്ലേ? ഇതിൽ അവിടെ ഒരു ആടിന്റെ സ്റ്റാച്ചു ഉണ്ട്. ഇതാ അവിടെ കണ്ട മുകളിൽ ദൂരെ. നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നല്ല കാറ്റാണ്, നല്ല കാറ്റുണ്ട്. വെയില ഒന്നും ചെറുതായിട്ട് വെയിൽ കണ്ണിലടിക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. ചെറിയൊരു തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട്. ഹിലു ക്ഷീണിക്കുമ്പോ പറയണേട്ടാ. കേറിക്കോ, ബാബന്റെ കൈ പിടിച്ച് കേറി. 1 2 3 പറഞ്ഞ് കേറിക്കോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ഗൂഡല്ലൂർ ഫുൾ കാണാൻ പറ്റും. അടിപൊളി വ്യൂ. ഇവിടെ ഭയങ്കര കാറ്റ്. കോട ഇറങ്ങുന്നുണ്ട്, കോട ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട് മുകളിൽ. കോട അടിപൊളിയല്ലേ? ഭയങ്കര കാറ്റ്. സൂപ്പർ അല്ലേ? സൂപ്പർ പറഞ്ഞ സൂപ്പർ പറയും. മാന എവിടെ ഉണ്ട്. അതൊക്കെ ഉണ്ടല്ലേ? എത്രങ്ങാനും മാനാണോ? വ്യൂ പോയിന്റ് അടുത്തേക്ക് നമ്മളിങ്ങനെ പോകുന്തോറും കാറ്റിന്റെ ശക്തിയും അതുപോലെ തന്നെ തണുപ്പും വല്ലാണ്ട് കൂടുന്നുണ്ടായിരുന്നു. ഇവിടെ നിൽക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ കാറ്റിൽ ആടി പോകുന്നുണ്ട്. എനിക്ക് എൻ്റെ ഷോളും അതുപോലെ തന്നെ ഹിലുവിനെ രണ്ടും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും എന്തുകൊണ്ട് ഇവിടെ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല എന്നുള്ളത് ചോദിച്ചു പോകും. അത്രയും നല്ല വ്യൂ ആണ്. നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. നീഡൽ റോക്ക് ഇവിടെ ആയിരിക്കും ആണെന്ന് തോന്നുന്നു. കാറ്റ് എന്താ കാറ്റ്, ഭയങ്കര കാറ്റ്. അപ്പോൾ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് നമ്മൾ കണ്ടു. നല്ല രസമുണ്ട് കേട്ടോ. നല്ല കാറ്റും തണുപ്പും പിന്നെ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ റിസോർട്ട് പോവാണ്. കുറച്ച് പോവാനുണ്ട് അല്ലേ? 1.5 മണിക്കൂർ. ചെക്കിൻ ടൈം കുറേ ആവും. 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ ഞങ്ങള് റിസോർട്ടിൽ പോലെ. ഹിലുവിന് നല്ല തണുപ്പാണ്. ഹിലുവിന് മാത്രമല്ല നമുക്ക് രണ്ടാൾക്കും നല്ല തണുപ്പ് തോന്നിട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പുമായിരുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് കൂടി തണുപ്പും കാറ്റും. അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോളോ ക്യാപ്പൊക്കെ എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ക്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും കാറ്റായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല കോടയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് എവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇന്ന് ഊട്ടിയിൽ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പോലും പോവണ്ടല്ലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയും പോയില്ലെങ്കിൽ പിന്നെ പോകലുണ്ടാവില്ല എന്ന് വിചാരിച്ചതുകൊണ്ടാണ് നമ്മളെന്തായാലും ഇറങ്ങിയത്. ഒന്നാമത് നല്ല മഴ ആയത് കാരണം വീട്ടിൽ നിന്നൊന്നും വിടുന്നുണ്ടായിരുന്നില്ല. ഹിലുവിനെ വെച്ചിട്ട് പോകണോ ഈ സമയത്ത് എന്നുള്ളൊരു ടെൻഷനായിരുന്നു അവർക്ക്. ഭാഗ്യത്തിന് ഇതുവരെ എന്തായാലും മഴയൊന്നും പെയ്തിട്ടില്ല. നമ്മളെന്തായാലും ഓൺ ദ വേ ടു അവർ റിസോർട്ടാണ്. യന്ത്ര റിസോർട്ട്സ് ബൈ സ്പ്രീ എന്ന് പറഞ്ഞ റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അഗോഡ വഴിയാണ് ബുക്ക് ചെയ്തത്. ഏകദേശം ഒരു 4000 രൂപയാണ് ചാർജ് വന്നത്. എന്തായാലും റിസോർട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം.
ഇതോ ഇഷ്ടംപോലെ കുതിരകളുണ്ട്. ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. അതെനിക്ക് തോന്നുന്നു നല്ല രസം. ഇതിന്റെ കൂടെ റൈഡ് ഉണ്ടോ? ഹോഴ്സ് റൈഡ് ഉണ്ടോ? ആ പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് റൈഡ് കൊണ്ടുപോകാനാ? കൊണ്ടുപോകാനാണ്. ആരോരുമില്ലാത്ത കുതിരകൾ. ഊട്ടി എത്തി എന്നറിയാ ഈ ഒരു ബിൽഡിംഗ് കാണുമ്പോഴാണ്. കണ്ട് കളർഫുൾ ബിൽഡിംഗ്. അപ്പം നമ്മൾ ലഞ്ച് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ തന്നെ കയറി. ഞങ്ങളൊരു ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഞാനും ഇതിലും കൂടെ ഈ ഒരു ഫ്രൈഡ് റൈസ് കഴിക്കാണ്. അപ്പോൾ ഇതിലും അമ്മക്ക് തരുന്നില്ലേ? അതിൽ കഴിച്ചു. ഇതിലേക്ക് അമ്മ തരും, അമ്മ ഇതിലേക്ക് തരും. ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് വലിയ കുഴപ്പമില്ല. പക്ഷെ ബിരിയാണിക്ക് കുറച്ച് ഗാർലിക്കിൻ്റെയും ഇഞ്ചിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു കുഴപ്പം. എന്നാലും കുഴപ്പമില്ല. ഹിലൂന് ഫ്രൈഡ് റൈസ് ഇഷ്ടമായില്ല, ഭയങ്കര എരിവായതുകൊണ്ട് കേക്ക് വേണം പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കടയിൽ നിന്ന് ചെറിയൊരു കേക്ക് പേസ്ട്രിയൊക്കെ വാങ്ങിച്ചു. ടേസ്റ്റ് ഉണ്ടോ കേക്ക്? ഇഷ്ടമുണ്ടോ? ഇഷ്ടമായോ? ഇനി എന്താ ചോറ് കഴിക്കാത്ത? എന്താ ചെയ്യാ? ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്, ഒരു വൈറ്റ് ഫോറസ്റ്റ്, എന്തൊക്കെയോ. ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് കേട്ടോ പോയത്. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തു റിസോർട്ടിലെത്താൻ. എന്തായാലും അരമണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. ഇനി വേഗം ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്ത് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വേണം റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷായി റെസ്റ്റ് എടുക്കാനായിട്ട്. നമ്മൾ ഗൂഗിൾ പിക്ചേഴ്സ് കണ്ടിട്ട് ബുക്ക് ചെയ്തതായതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഫോട്ടോയിൽ കാണുന്ന അത്ര നീറ്റാവോ ഭംഗി ഉണ്ടാവോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ സമാധാനമായി. നല്ല അടിപൊളി ഗാർഡനിങ്ങും അതുപോലെ തന്നെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബിൽഡിങ്ങും ആണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇനി ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് ഊട്ടിയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ട് എന്തായാലും കൺസിഡർ ചെയ്യാൻ നല്ല റിസോർട്ടാണ്. ഇന്നിനി നമുക്ക് വേറെ ഒരു പ്ലാനിങ്ങും ഇല്ല കേട്ടോ. മാക്സിമം ടൈം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്ന് നമ്മൾ ഊട്ടി ടൗണിൽ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ ടൂറ് നമ്മൾ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.